സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അതിക്രമങ്ങൾ വർദ്ധിച്ചുവെന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥിനികൾക്ക് സ്വയം പ്രതിരോധന പരിശീലനവുമായി കോഴിക്കോട്ടെ വനിതാ പോലീസുകാർ. ജ്വാല 3.0 എന്ന പേരിൽ ആയോധന മുറകൾ പരിശീലിക്കാത്തവരാണെങ്കിലും പ്രതിരോധത്തിന്റെ ബാലപാഠങ്ങൾ വിദ്യാർത്ഥികളെ പ്രായോഗികമായി പഠിപ്പിക്കുകയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ. ശബ്ദം പോലും പ്രതിരോധത്തിന്റെ ആയുധമാക്കി മാറ്റിയെടുക്കണമെന്ന സന്ദേശമാണ് ഇവർ പകരുന്നത്. വഴി ചോദിക്കാനെന്ന വ്യാജേനെ തടഞ്ഞു നിർത്തി കടന്നുപിടിക്കാനോ മാലയോ ബാഗോ തട്ടിപ്പറിക്കാനോ ആരെങ്കിലും ശ്രമിച്ചാൽ എങ്ങനെ പ്രതിരോധിക്കാം? രാജ്യാന്തര വനിതാ ദിനത്തോടനുബന്ധിച്ച് കേരള പോലീസിന്റെ ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായാണ് പ്രതിരോധ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. കുട്ടികൾക്കും സ്ത്രീകൾക്കുമായി സോഷ്യൽ പോലീസിംഗ് ഡിവിഷന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകിയത്. സഡൻലി ഇപ്പൊ ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിലും ഇപ്പം പബ്ലിക് പ്ലേസിലായിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടിലായിക്കോട്ടെ എവിടെയാണെങ്കിലും ഒരു ഉപദ്രവമൊക്കെ സഡൻ ആയിട്ട് അബ്യൂസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയായിട്ട് ഡിഫെൻഡ് ചെയ്യാം? അതായത് ശബ്ദം കൊണ്ട് നമുക്ക് ഫസ്റ്റ് ഒരു പ്രൈമറി പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ ശബ്ദം കൊണ്ട് നമുക്ക് ഡിഫെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് നമ്മുടെ തന്നെ ബോഡി പാർട്സ് ആയുധങ്ങളാക്കി നമ്മൾ ഉപദ്രവിക്കാൻ വരുന്ന ആളുടെ വീക്കർ പാർട്സിൽ നമുക്ക് അവരെ ചെയ്യാൻ പറഞ്ഞു തന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ആസ് എ സ്റ്റുഡന്റ് എന്ന നിലയിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. സ്ത്രീകൾക്ക് നേരെ ഉയരുന്ന വെല്ലുവിളികളെ എതിർത്തു തോൽപ്പിക്കാൻ മനക്കരുത്തിനൊപ്പം ശാരീരിക പരിശീലനവും ആവശ്യമാണെന്ന് ഉദ്യോഗസ്ഥരും പറയുന്നു. മാർഷൽ ആർട്സ് പഠിക്കാത്ത ഏതൊരാൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് പോലീസിന്റെ ഒരു സന്ദേശം കൊടുക്കുക. അപ്പൊ എങ്ങനെയെങ്കിലും ഡിഫെൻഡ് ചെയ്യാം. ചിലപ്പോൾ നമുക്ക് ഓട്ടം കൊണ്ട് ചിലപ്പോൾ ഡിഫെൻഡ് ചെയ്യാം, ചിലപ്പോൾ ശബ്ദം കൊണ്ട് ഡിഫെൻഡ് ചെയ്യാം. അങ്ങനെ പറ്റിയിട്ടില്ലെങ്കിൽ മാത്രം നമുക്ക് രക്ഷപ്പെടാനുള്ള ബലം പ്രയോഗിക്കാൻ പറ്റുള്ളൂ എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്ന പാഠം. 7 മുതൽ 70 വയസ്സുവരെയുള്ള സ്ത്രീകൾ പ്രതിരോധ പരിശീലനം നേടുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും പുറമെ വീട്ടമ്മമാർ, കുടുംബശ്രീ, ജനശ്രീ, ആശ, അംഗനവാടി പ്രവർത്തകർ ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ള സ്ത്രീകളും പരിശീലന പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.